എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് പ്രോട്ടീൻ. നമ്മുടെ ഭക്ഷണത്തിൽ എത്രത്തോളം പ്രോട്ടീൻ വേണം, എങ്ങനെയൊക്കെയാണ് പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ എല്ലാവരും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ് പ്രോട്ടീൻ, എന്തൊക്കെയാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസീസ്, പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ ഏതൊക്കെയാണെന്ന് കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ ആദ്യത്തത് എന്താണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറയുന്നത് മാക്രോ ന്യൂട്രിയന്റ് ആണ്. ധാരാളം അമിനോ ആസിഡ്സ് കൊണ്ട് നിർമ്മിതമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ നമ്മുടെ സെൽസിന്റെ ടിഷ്യൂ ഫോർമേഷനും അതുപോലെ തന്നെ മസിൽ ബിൽഡിങ്ങിനും സെൽസ് റിപ്പയർമെന്റ്സിനും എല്ലാത്തിനും ഡെയിലി ബേസിലെ പ്രോട്ടീൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഹെയർ, നെയിൽ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. ഒരു വ്യക്തി എത്ര കിലോ വെയിറ്റ് ഉണ്ട് അതിനനുസരിച്ചുള്ള പ്രോട്ടീൻ ഡെയിലി ബേസിൽ അയാൾക്ക് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് 80 കിലോ എന്നുള്ള ഒരാൾക്ക് ദിവസത്തില് 80 ഗ്രാം പ്രോട്ടീൻ പെർ ഡേ അത്യാവശ്യമാണ്. ഇനി അത്ലറ്റിക്സ് ഉള്ള അല്ലെങ്കിൽ അതിനും എക്സസൈസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്കും വീണ്ടും പ്രോട്ടീൻ ഇൻടേക്ക് വളരെയധികം ആവശ്യമുണ്ട്. ഇനി ഡെയിലി ബേസിൽ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി മൂലം നമ്മുടെ ശരീരത്തിലേക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത്, എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എഡീമ. നമുക്ക് എല്ലാവർക്കും അറിയാം, നീർവീക്കം. രണ്ടാമത്തത് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവറിന്റെ സൈഡിൽ ഫാറ്റ് കൂടി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഹെയർ, നെയിലിനൊക്കെ ഡാമേജ് സംഭവിക്കുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്. കുട്ടികളിൽ വളർച്ചാ മുരടിപ്പ് വരാനായിട്ടുള്ള മെയിൻ കാരണം പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് എല്ലൊടിയ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ബോൺ ഫ്രാക്ചർ പെട്ടെന്ന് നമുക്ക് സംഭവിക്കുന്നത്. പിന്നെ പെട്ടെന്ന് വിശപ്പ് വരാം. ഇതെല്ലാം പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് നമ്മുടെ ബോഡിക്ക് വരുന്നതാണ്. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു പദാർത്ഥമാണ് പ്രോട്ടീൻ. സാധാരണ വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാവരും പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പറയും. കാരണം എന്തുകൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിശപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സഹായിക്കും പ്രോട്ടീൻ ഇൻടേക്ക്. ഇനി പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ ഏതൊക്കെയാന്നുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലീൻ ബീഫ്, അതുപോലെ ചിക്കൻ, ദെൻ വൈറ്റ് ഫിഷ്, മിൽക്ക്, പിന്നെ ലെഗ്യൂംസ്, നട്ട്സ്, ഇതിലൊക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഡയറ്റ് എടുക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഡയറ്റ് എടുക്കുന്നതെങ്കിൽ അവരെല്ലാവരും പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് അവരുടെ റെഗുലർ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി ഇന്നത്തെ വീഡിയോ, ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.